ഹായ് വെൽക്കം ടു റാൻഡം റിയാക്ഷൻസ്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലെ കുടുംബ സംഗമം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ വന്നിട്ട് നമ്മുടെ ജിൻഡോയുടെ ഫാമിലിയാണ് വരുന്നത്. എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി ഞാനും ഇങ്ങനെ വെയിറ്റിംഗ് തന്നെയാണ് കേട്ടോ. ഇന്നത്തെ സംഭവമൊക്കെ സൂപ്പർ ആയിരുന്നില്ലേ? അർജുൻ്റെ അമ്മയായിട്ടുള്ള ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ. ജിൻഡപ്പൻ ആര് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് അവരുമായിട്ട് മിങ്കിൾ ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എല്ലാവരും ഭയങ്കര കാര്യം. ഈവൻ ശ്രീധുവിൻ്റെ അമ്മയായാലും ബാക്കിയുള്ളവരുടെ അടുത്തെല്ലാം ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് പോലെ തോന്നി. പക്ഷേ ജിൻഡുവിൻ്റെ അടുത്ത് വേഗം കമ്പനിയായിട്ട് സംസാരിക്കുന്നതൊക്കെ കണ്ടു. സോ എല്ലാവർക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നിഷ്കളങ്കൻ എന്നുള്ള നിലയ്ക്ക് ആളെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് തോന്നുന്നത്. എന്തായാലും ഇനി ജിൻഡോയുടെ ഫാമിലി വരുന്ന സമയത്ത് എന്തായിരിക്കും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ തന്നെ ഞാൻ വെയിറ്റിംഗ് ആണ്. അതിനിടയിൽ ഇന്നത്തെ ടാസ്ക് മുഴുവൻ ജിൻഡോ ടീം നോക്കി അല്ലേ, ആ ഒരു ടാസ്ക് അത് അടിപൊളിയായിട്ട് ചെയ്തു അല്ലേ അവർ. ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ വന്നിട്ട് നന്ദന ഇച്ചിരി ഓവർ ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാണ്ടില്ല കേട്ടോ. ആൾ കുറച്ചൊന്ന് എല്ലാവരും നല്ലിയുണ്ട് ആ നന്ദന കൊള്ളാം, നന്ദന സൂപ്പറാണെന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദന എങ്കോ എവിടെയോ എത്തിയതുപോലെയുള്ള കളികളൊക്കെയാണ് ചില ടൈമിലൊക്കെ കാണുന്നത്. നേരത്തെ ആയാലും അർജുൻ്റെ ഫാമിലി വിളിച്ചിട്ട് ജിൻഡോയുടെ അടുത്ത് സംസാരിക്കുന്നതിനിടയിൽ നന്ദന വന്നിട്ട് എന്തോ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരിക്കുന്ന സാധനം മാറ്റി വെക്കണം ജിൻഡോ ചേട്ടാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അതെന്തോ എനിക്കത്ര നല്ല രീതിയായിട്ട് തോന്നിയില്ല. ഒരാളടുത്ത് പ്രത്യേകിച്ച് ഗസ്റ്റ് ആണല്ലേ, അവർ രണ്ടുപേരും അവിടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുക. അവർ ഇരുത്തി സംസാരിക്കുന്നതിനിടയിൽ വന്നിട്ട് നന്ദന ജിൻഡോ ചേട്ടാ വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവിടെയുള്ള ഹൗസ് മേറ്റ്സ് തന്നെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബാക്കി എന്താ പറയുക, ഈ അർജുൻ്റെ ചേച്ചി വിളിച്ചിട്ടാണ് അവിടെ ജിൻഡോ പോയി ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് വന്നിട്ട് ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നത് 2 മിനിറ്റ് നന്ദന എന്ന് ജിൻഡോ പറയുന്നുണ്ട്. പക്ഷെ അതുപോലും മൈൻഡ് ചെയ്യാതെ ഇപ്പം തന്നെ വരണം എന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു പരിപാടി എന്തോ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടു. ഇനി ആൾ പുറത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണോ, ബാക്കിയുള്ളവരോടത്ത് ചോദിച്ച് മനസ്സിലാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തൊക്കെ തന്നെ ആയാലും അത് ഇച്ചിരി എന്താ പറയുക ഓക്വേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാരണം ഒരു ഗസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് അവർ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇരുന്ന് സംസാരിക്കുന്നിടത്ത് പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മോശം പരിപാടി തന്നെയല്ലേ. ഈവൻ ടാസ്കിൻ്റെ ഇടയിലൊക്കെ ആയാലും തന്നെയും നന്ദന കുറച്ച് ഓവർ പെർഫോം ചെയ്യുന്ന ഒരു സംഭവം പോലെ തന്നെ എനിക്ക് തോന്നി. ആ ഒരു പൈപ്പിന് വേണ്ടിയിട്ടൊക്കെ അടിപിടി കൂടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അഭിഷേകുമായിട്ട് അല്ലേ. അഭിഷേകിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മിച്ചത്. ഈ അഭിഷേക് വന്നിട്ട് ഈ ഓരോരുത്തരുടെയും ഫാമിലിയിൽ അമ്മ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ആ ഒരു ഇന്നലെ ഋഷിയുടെ അമ്മയായാലും വന്നിട്ട് സ്വീറ്റ്സൊക്കെ വായിൽ വെച്ച് കൊടുക്കുമ്പോഴും ഓരോരുത്തരുടെ അമ്മ വരുമ്പോഴും ഇങ്ങനെ ഓരോ സോങ് ഇടുന്നതും അവരുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ആളുടെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു വേറെ തന്നെ ആയിരിക്കില്ലേ അല്ലേ. ഞാനിങ്ങനെ അതിങ്ങനെ ചിന്തിച്ചു. പല സമയത്തും ലൈവിൽ ആളെ ഇങ്ങനെ ക്യാമറ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഭയങ്കര ഒരു വിഷമം തന്നെയാണ് അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അല്ലേ. ആളുടെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടാവുമെന്ന് നമുക്ക് ചിലപ്പം ഊഹിക്കാൻ പോലും പറ്റില്ല. ഒരു ആൾ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒന്നും വീട്ടിൽ പോകാറില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ എന്താ അവസ്ഥ എന്ന് അവർ ചോദിക്കുന്നത് കൊണ്ട് എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഈ എന്താ പറയുക, ഇത്രയധികം ഇൻട്രോ പഞ്ചൊക്കെ കൊടുത്തിട്ട് എല്ലാവരുടെയും അമ്മമാരെയും കൊണ്ടുവന്നിരുത്തുന്ന സമയത്ത് ആ ഒരു സ്ഥാനത്ത് ഒരാളില്ലാത്ത ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ. അത് കുറച്ച് ക്രൂരത പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു. ഓരോരുത്തരുടെയും അമ്മമാർ വരുന്ന സമയത്ത് അവർ ആ ഒരു അവരുടെ ബോണ്ടിങ്ങും കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു വേദന തന്നെ ആയിരിക്കൂലേ അല്ലേ. ഞാനതിങ്ങനെ ചിന്തിച്ചു. ആളെ ഇങ്ങനെ പലപ്പോഴും ക്യാമറ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ആളുടെ ഒരു സങ്കടമുള്ള ഫേസ് ആൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് സിമ്പതി പിടിച്ചു പറ്റാൻ താല്പര്യമില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും ആ ഒരു നിഷ്കളങ്കതയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ ഒരു വിഷമം തോന്നിപ്പോവാന്ന്. സോ അതങ്ങനെയുണ്ട്. അത് എന്തായാലും ഈ ഒരു വീക്ക് ആളെ സംബന്ധിച്ച് കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഹമ്പിയായിട്ടാണ് കുറേയധികം കണക്റ്റഡ് ആയിരിക്കുന്നത്. സോ എല്ലാവരുടെയും അമ്മമാരും തന്നെയാണ് വരുന്നത്. സോ ആൾക്ക് എന്തായാലും എല്ലാം ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കാൻ വേണ്ടി പറ്റട്ടെ. വരുന്ന അമ്മമാരായാലും ആൾക്ക് നല്ലൊരു കമ്പനിയായി മാറട്ടെ എന്ന് മാത്രമേ എനിക്കിതിൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ. സോ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും ലൈവിൽ വന്നിട്ട് ഇപ്പം ഈ ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസും കാര്യങ്ങളും മാത്രമാണ്. അതിനിടയിൽ ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് ശ്രീധുവിനെ ഉപദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ബിഗ് ബോസ് വിളിച്ച് വാണിങ്ങും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു കാര്യമാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഒരു അമ്മ എന്നുള്ള നിലക്ക് ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ജാസ്മിനും ഒക്കെ കാണുന്നില്ലേ മൊത്തത്തിൽ നെഗറ്റീവ് അടിച്ചിരിക്കുന്നത്, അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് പോവാതിരിക്കുന്നത് തന്നെയല്ലേ തന്നെ. നല്ല രീതിയിൽ അവർ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നോട്ടെ, നമുക്ക് കാണാൻ തന്നെ രസമാണ് അല്ലേ. അതൊരു ലവ് കോംബോ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരിക്കും അവർ തമ്മിലുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. കാരണം അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ അത് കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ആളുടെ ഒരു ഗെയിമിനെ അതിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. ഇത്രയും ദിവസത്തെ അവരുടെ ഒരു ഗെയിം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് അവിടെ എന്തെങ്കിലും ചെയ്തിനോ
ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു കോമ്പോൻ്റെ പുറത്ത് പിടിച്ച് നിൽക്കുന്നത് മാത്രമല്ല, ഈവൻ വോട്ട് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഏറ്റവും അധികം വോട്ട് കാണാം. അത് ഈ ഒരു കോമ്പോൻ്റെ ശക്തി കൊണ്ട് മാത്രമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി വൺസ് ആ ഒരു കോമ്പോ ഇല്ലെങ്കിൽ ഇവരിനി ഈ ഗെയിമിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെ. അർജുന് പിന്നെയും പിടിച്ച് നിൽക്കുമായിരിക്കും, പക്ഷേ ശ്രീധുവിനെ സംബന്ധിച്ചിടത്തോളം കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെ. ഇന്ന് തന്നെ അമ്മ പോയപ്പോഴേക്കും ആൾ ഭയങ്കരമായി കരച്ചിലൊക്കെ ആയിരുന്നല്ലോ. സോ അത് ബിഗ് ബോസ് പറഞ്ഞു ആ ഒരു കോംബോ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ബിഗ് ബോസിന് ഇൻട്രസ്റ്റ് ഉണ്ടാവുമായിരിക്കും, എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ടേ അല്ലേ. പക്ഷേ അമ്മ അവിടെ വന്നിട്ട് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. സോ ഇനി എൻ്റെ മോളെ കോംബോയും കൂടെ കാണിച്ചിട്ട് അലമ്പാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. സോ എന്തായാലും അത് കൊള്ളാം. ഇനി അങ്ങോട്ടേക്ക് ശ്രീധു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നാളത്തെ ലൈവിന് വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. ജിൻഡോയുടെ ഫാമിലി വരുന്നുണ്ട്, നന്ദനയുടെ ഫാമിലി വരുന്നുണ്ട്. എന്താവുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചേട്ടാ.